കോൺഗ്രസിന് തലവേദന രാഹുൽ മാങ്കൂട്ടമാണെങ്കിൽ ബി.ജെ.പിക്ക് അത് സുരേഷ് ഗോപിയാണ്. മോശം പെരുമാറ്റവും ഇടപെടലും സാധാരണക്കാരോടുള്ള പുച്ഛവും സുരേഷ് ഗോപി മുഖമുദ്രയാക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ നടനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കലുങ്ക് സംവാദത്തിനിടെ വയോധികന്റെ നിവേദനം സ്വീകരിക്കാതെ മടക്കി അയച്ചതിന് പിന്നാലെ സ്ത്രീയെ അധിക്ഷേപിച്ചും വാർത്തകളിൽ നിറയുകയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയിൽ ഭിന്നത നിലനിൽക്കുന്നുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നേരത്തെ പരോക്ഷ വിമർശനം നടത്തി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരികയും പിന്നാലെ സുരേഷ് ഗോപിക്ക് പിന്തുണയായി ബി.ജെ.പിയിലെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്ത് വരികയും ചെയ്തതോടെ ബി.ജെ.പിയിലെ ഭിന്നത മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. കലുങ്ക് സംവാദത്തിൽ രണ്ടുപേരുടെ നിവേദനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തള്ളിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളാണ് പാർട്ടിയിലെ നേതാക്കളെ രണ്ടു തട്ടിലാക്കിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ വിമർശിച്ച് രാജീവ് ചന്ദ്രശേഖർ ഇറക്കിയ പ്രസ്താവനയ്ക്കെതിരെ പാർട്ടിയിലെ അനേകം നേതാക്കളാണ് രംഗത്ത് വന്നത്. കെ സുരേന്ദ്രന് പുറമെ യുവരാജ് ഗോകുലും പരോക്ഷമായി രാജീവ് ചന്ദ്രശേഖരെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് നിവേദനം സ്വീകരിക്കാത്തതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അദ്ദേഹം എന്തിനത് ചെയ്തു, എങ്ങനെ ചെയ്തു എന്നതിന്റെ സാഹചര്യം തനിക്കറിയില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എന്നാൽ സാധാരണക്കാർക്ക് ഉപകാരമാവുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും സുരേഷ് ഗോപിയെ മാതൃകയാക്കണമെന്നാണ് കെ സുരേന്ദ്രന്റെ വാദം. കലുങ്ക് സംവാദം പോലെ താഴെ തട്ടിലുള്ള ജനങ്ങളുമായി അദ്ദേഹം ഇടപെടുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും ചിലർക്ക് ചൊറിച്ചിൽ വരുമെന്നും അത് പൊട്ടിയൊലിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നതെന്നുമാണ് സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. സുരേഷ് ഗോപിയുടെ ജനസമ്പർക്കം വല്ലാത്ത തരത്തിൽ ചില കേന്ദ്രങ്ങളെ വിറളി പിടിപ്പിക്കുന്നുണ്ട്. പെറ്റി ഈഗോ സ്വഭാവം ഒരു വശത്തേക്ക് മാറ്റിവെച്ചാൽ എല്ലാവർക്കും നല്ലത് എന്നായിരുന്നു യുവരാജ് ഗോകുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായിക്കുമോ എന്ന വയോധികയുടെ അഭ്യർത്ഥന സുരേഷ് ഗോപി പരിഹസിച്ചു തള്ളുകയായിരുന്നു. മുഖ്യമന്ത്രിയെ സമീപിക്കൂ എന്നായിരുന്നു ആദ്യത്തെ മറുപടി. മുഖ്യമന്ത്രിയെ തിരക്കി തനിക്ക് പോകാൻ പറ്റുമോ എന്ന് വയോധിക തിരിച്ചു ചോദിച്ചപ്പോൾ എന്നാൽ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കൂ എന്ന നിലവിട്ട മറുപടിയാണ് സുരേഷ് ഗോപി കൊടുത്തത്. ഞങ്ങളുടെ മന്ത്രിയല്ലേ സാർ നിങ്ങൾ എന്ന് വയോധിക ചോദിച്ചതോടെ അല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ മറുപടി. പുള്ളിൽ നടത്തിയ ആദ്യ കലുങ്ക് സംവാദത്തിനിടെയാണ് വയോധികനെ അപമാനിച്ചു വിട്ടത്. നിവേദനവുമായി എത്തിയ കൊച്ചുവേലായുധൻ എന്ന വയോധികനെ മടക്കി അയക്കുകയായിരുന്നു സുരേഷ് ഗോപി ചെയ്തത്. ഇതോടെ വയോധികന് വീട് നിർമ്മിച്ചു നൽകാൻ CPM മുന്നോട്ട് വരികയും ചെയ്തു. MP എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ബി.ജെ.പിയിൽ നിന്നടക്കം ഉയർന്ന വലിയ വിമർശനം. ഇതോടെയാണ് കലുങ്ക് വികസന സംവാദം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് പോലും. മാധ്യമ പ്രവർത്തകരെ തുടർച്ചയായി അധിക്ഷേപിച്ചും സാധാരണക്കാരെ കണ്ടില്ലെന്ന് നടിച്ചും വിവാദത്തിൽ അകപ്പെടുകയാണ് സുരേഷ് ഗോപി. ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ സുരേഷ് ഗോപി മൗനം പാലിച്ചതും വലിയ വിവാദമായിരുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കൊന്നും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സുരേഷ് ഗോപിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വയനാട് ദുരന്തത്തിൽ 1 രൂപ പോലും ദുരിതബാധിതർക്ക് വാങ്ങി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ കനിമൊഴി MP സംസാരിച്ചപ്പോഴും സുരേഷ് ഗോപി കൈമലർത്തി കാണിക്കുകയാണ് ചെയ്തത്. അസംബ്ലി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുരേഷ് ഗോപിയുടെ വിവാദങ്ങൾ ബി.ജെ.പിയുടെ വിജയത്തെ ബാധിക്കുമെന്ന കാര്യമാണ് പാർട്ടി വിലയിരുത്തൽ. പ്രത്യേകിച്ചും തൃശൂരിൽ വ്യാജ വോട്ടുകളിലൂടെയാണ് നടൻ ജയിച്ചു കയറിയതെന്ന ആരോപണം ക്രിസ്ത്യൻ സഭകളും ഉയർത്തിയതോടെ കൂടുതൽ ജനകീയമാകാതെ മുന്നോട്ട് പോവുക എളുപ്പമല്ല.